മോണാക്ട് ആക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. അയ്യോ, എന്താണ് ആ ശബ്ദം കേൾക്കുന്നത്? കേട്ടിട്ട് ഒരു അമ്മയുടെ കരച്ചിലിന്റെ ശബ്ദമാണല്ലോ. ഇതിപ്പോ ആരോട് ചോദിക്കും? ആ ഒരു മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശി, ഇത് ആരുടെ കരച്ചിലാണിത്? ആരാണ് ഇതിപ്പോ ഇവിടെ കരയുന്നത്? ആ മോളെ, അത് വലിയ കഥയാണ്. മുത്തശ്ശി പറഞ്ഞു തരാം. പണ്ട് ഉണ്ണിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി മഹാവികൃതിയായിരുന്നു. ഇന്ന് വീട്ടിൽ കഞ്ഞിയും കറി വെച്ച് കഴിക്കാൻ പോവാലോ. കഞ്ഞിയും കറി വെച്ച് അയ്യോ പറിക്കാൻ പോവാ. അയ്യോ, എത്തുന്നില്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ അമ്മയെ കൊണ്ടേ കാണിക്കാം. അമ്മേ, എന്താ കിട്ടാ? എന്താ ചിത്രം ഉണ്ടല്ലോ. എന്താണ് കിട്ടാ? കാണിച്ചേ കാണിച്ചോ കിട്ടാ, കാണിച്ചേ. കണ്ടോ? അയ്യോ, നീ അത് വരച്ചോ? ഉണ്ണിക്കുട്ട, അത് മാമ്പു അല്ലേ? മാമ്പു എന്നല്ലേ മാമ്പഴ ഉണ്ടാവുന്നേ. നിന്നെ ഞാൻ അമ്മ തല്ലല്ലേ മാമ്പം വേണം, മാമ്പഴം വേണ്ട. മാമ്പഴം വരുമ്പോ കഴിക്കാൻ വരൂല. നോക്കിക്കോ. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അയ്യോ ഉണ്ണിക്കിട എഴുന്നേക്കടാ, അമ്മയുടെ വിളിക്കുന്നത്. എഴുന്നേക്കടാ മോനെ, എഴുന്നേക്കടാ. അതേ മാമ്പഴം കഴിക്കാൻ മോനെ, എഴുന്നേക്കടാ. ഉണ്ണിക്കുട്ടൻ നമ്മളെല്ലാവരെയും വിട്ടുപോയി. എന്ത് സങ്കടകരമായ വാർത്തയാണിത്. ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് വയലോപ്പള്ളി ശ്രീധരൻ മേനോൻ മാമ്പഴം എന്ന കവിതയെ എഴുതാൻ അവസ്ഥയായത്.